വൈകുന്നേരം UDF-ന്റെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഒക്കെ നിലമ്പൂരിൽ വരുന്നുണ്ട്. നമുക്ക് അവിടെ കാണാം. ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, കുഴപ്പമില്ല. കൂടിയാലോചനക്കായിട്ട് ഇനി ബാക്കി കാര്യങ്ങൾക്കായിട്ട് ഇന്ന് 3 മണിക്ക് അവിടെ നിലമ്പൂരിൽ ഞങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ട് വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെയാണ്. നേരത്തെ സന്ദർശിച്ച് മടങ്ങിയപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ വിഷയങ്ങളും പറഞ്ഞു. അല്ല, PM ശ്രീരാമൻ ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങളോട് വന്ന് ഇപ്പോൾ ഉള്ള വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഇനിയിപ്പോൾ നിലമ്പൂർ ചെല്ലുമ്പോൾ ഞങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കും. അപ്പോൾ ആ സംസാരത്തിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് അത് ഷെയർ ചെയ്യാം. നിലവിൽ അൻവർ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നിലവിൽ? ഈ ചോദ്യങ്ങളൊന്നും ഇപ്പൊ എന്നോട് ചോദിക്കുന്നില്ല, അർത്ഥമില്ല. നിങ്ങൾക്കും അറിയാം. പിന്നെ എന്തിനും സമയം കളയുന്നവർ അല്ലാതെ ലീഗ് വലിയ മീഡിയേഷനൊന്നുമില്ല. അദ്ദേഹം എല്ലാ ഘടകകക്ഷികളെയും കാണുന്ന കൂട്ടത്തിൽ ഞങ്ങളെ കണ്ടുവന്നേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഘടകകക്ഷികൾ എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തൽ സാധാരണയാണ്. പക്ഷേ UDF-ന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഇലക്ഷന്റെ മുമ്പുള്ള UDF-ന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാവരും കൂടി കൈകാര്യം ചെയ്യണം. അല്ല, ഞങ്ങൾ പ്രത്യേകമായിട്ട് ഉള്ള മീഡിയേഷനൊന്നുമില്ല. ഇപ്പോൾ താൽക്കാലികങ്ങളായിട്ട് സംസാരിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഡൽഹിയിലുണ്ട്, 5 ഡെലിഗേഷനിൽ പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ കാര്യങ്ങളിൽ ഇടപെടും. ഞങ്ങൾ പരമ്പരാഗതമായി ചില രീതികളുണ്ട്. ആ നിലയിൽ ഞങ്ങൾ UDF-ന്റെ പ്രശ്നം വന്നാൽ തീർച്ചയായിട്ടും ഇടപെടുമല്ലോ. അല്ല, ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസിലൊന്നും ഇപ്പോൾ മറുപടി പറയാൻ കഴിയില്ല. ബാക്കി നമുക്ക് നിലമ്പൂർ വെച്ച് കാണാം. അല്ല, അൻവർ വന്നതാണ്. അൻവർ വന്ന് അദ്ദേഹത്തിന്റെ പൊസിഷൻ, അദ്ദേഹം പത്രക്കാരോട് നിങ്ങളോട് പറഞ്ഞല്ലോ, അവരെ ഞങ്ങളെ കാണാനായിട്ട് വന്നതാണ്, കാര്യങ്ങൾ ധരിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വശം അദ്ദേഹം പറഞ്ഞു. ആ വിഷയം കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈകുന്നേരം ഷെയർ ചെയ്യാം. ഇന്നലത്തെ പ്രതികരണം ശരിയായില്ലെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് കണ്ട സമയം വെറുതെ പോകുള്ളൂ. ഘടകകക്ഷി നേതാക്കളോട് ആദ്യം സംസാരിക്കേണ്ടത്, പിന്നീട് അതിന് ശേഷമാണ്. അല്ല, അതെ, ഇത് നമ്മളത് അങ്ങനെ അനലൈസ് ചെയ്ത് വന്ന് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇത്രേ പറയുള്ളൂ, ഇതിന്റെ പറയേണ്ട അത്രേ പ്രസക്തിയുള്ളൂ. ബാക്കി നിലമ്പൂർ കാണാം നമുക്ക്. ഓക്കെ, ഏതായാലും